الحمد لله الواحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ദീനീ സ്നേഹികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബുൽ ആലമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതനിയമങ്ങളെ പാലിച്ചുകൊണ്ട് അവസാനത്തെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുള്ള ഹിദായത്തിൻ്റെ തെളിഞ്ഞ മാർഗത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സത്യദീനിൻ്റെ വക്താക്കളായി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കണേ എന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അല്ലാഹു നമ്മയെല്ലാം ഉന്നതമായ സ്വർഗീയ ആനന്ദങ്ങളുടെ ലോകത്തേക്ക് എത്താൻ പറ്റുന്ന വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നമ്മുടെ ലോകത്തിൻ്റെ നേതാവ്, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും അഷ്റഫ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാരുണ്യത്തിൻ്റെ തിരുദൂതർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് ചില പ്രവചനങ്ങൾ നിർവഹിച്ചു. ഇന്നത് സംഭവിക്കുമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു പോയി. അക്കൂട്ടത്തിൽ ഒട്ടനേകം സംഭവങ്ങൾ ലോകത്ത് പുലർന്നതായി നമ്മുടെ ജീവിത കാലഘട്ടങ്ങളെ നമുക്ക് വായിക്കാൻ കഴിയും. ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, എൻ്റെ ഉമ്മത്തിൽ അവസാന കാലഘട്ടം വരുമ്പോൾ എൻ്റെ ഉമ്മത്തിലുള്ള മനുഷ്യന്മാർ അസ്വാബിറു ഫീഹിം അലാ ദീനിഹി, അയാൾ ദീന് മുറുകെ പിടിച്ച് ക്ഷമിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ കൽ ഖാബിദി അലൽ ജംർ, തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെ ജീവിക്കേണ്ടുന്ന ഒരു കാലഘട്ടം എൻ്റെ ഉമ്മത്തിൽ വരും. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ അനുസരിച്ച് ജീവിക്കുന്ന, ദീന് പറയുന്ന, ദീനിന് നിലപാടെടുക്കുന്ന വ്യക്തിയാകുമ്പോൾ ശക്തമായ ഭീഷണികളും അതുപോലെ തന്നെ കനത്ത തിരിച്ചടികളും വലിയ പോറലുകളും ഏൽക്കുന്ന രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ എൻ്റെ ഉമ്മത്തിൽ വരുമെന്നത് പ്രവചനമാണ് പ്രവാചകന്റെ. മാത്രമല്ല മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, എൻ്റെ ഉമ്മത്തിനൊരു കാലം വരും, അന്ന്
എല്ലാ ശത്രുക്കളും എൻ്റെ ഉമ്മത്തിൻ്റെ നേർക്കിങ്ങനെ വേട്ടയാടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. എല്ലാവരുടെയും സെൻട്രൽ പോയിന്റ് ആയിക്കൊണ്ട് എൻ്റെ ഉമ്മത്തിനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. വിശന്നു വലഞ്ഞ കഴുകൻ തൻ്റെ ഇരയെ വേട്ടയാടി റാഞ്ചിയെടുക്കാൻ ശ്രമിക്കുന്ന പോലെ. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അന്ന് നമ്മുടെ ഉമ്മത്തിൽ ആള് കുറവായിരിക്കുമോ? നബി തങ്ങൾ പറഞ്ഞു, ആള് കുറവല്ല, വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ്സൈൽ, മലവെള്ളപ്പാച്ചിലിൽ കുമിഞ്ഞുകൂടുന്ന ചപ്പുചണ്ടി കണക്കിനൊട്ടനേകം ആളുകളുണ്ടാകും. യുജഅലുൽ വഹനു ഫീ ഖുലൂബിക്കും, അവരുടെ കൽബുകളിൽ ചില ദുർബലതകൾ ഉണ്ടായിരിക്കും. കുറെ ആളുണ്ട്, പക്ഷെ അവരുടെ കൽബിൽ ചില ദുർബലതകൾ ഉണ്ടാകും. വയുൻസഉർ റുഅബു മിൻ ഖുലൂബി അദുവിക്കും, നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഭയം ഊരിമാറ്റപ്പെടും. ആർക്കും പിന്നെ മേടാൻ പറ്റുന്നൊരു ചെണ്ടയായി എൻ്റെ ഉമ്മത്ത് അങ്ങനെ മാറുന്നൊരു കാലം വരും. ലിഹുബ്ബികുമുദ്ദുനിയാ, ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ് അവരെ നശിപ്പിക്കുന്നത്. വകറാഹിയതകുമുൽ മൗത്ത്, നിങ്ങളുടെ മരണത്തോടുള്ള വെറുപ്പുമായിരിക്കും നിങ്ങളെ നശിപ്പിക്കാനുള്ള കാരണം. ഇങ്ങനൊരു കാലഘട്ടം എൻ്റെ ഉമ്മത്തിൽ അവസാനം വരുമെന്ന് പ്രവാചകന്റെ പ്രഖ്യാപനമാണ്, പ്രവചനമാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട മനുഷ്യരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭത്തിൽ നമ്മൾ എന്താ ചെയ്യുക? ദീൻ അനുസരിച്ച് അത് പറയുന്നവർ, അത് അനുസരിക്കുന്നവർ, അത് പാലിക്കുന്നവർ മോശക്കാരാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, മഹാനായ അബൂ അംറ സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, റസൂലേ, കുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറുക, താങ്കളോട് ഞാനല്ലാത്ത ഒരാളും ചോദിക്കാത്ത ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. എനിക്ക് ഇസ്ലാമിലെ ഏറ്റവും മികച്ച കാര്യം ഒന്ന് പറഞ്ഞു തരാമോ? നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഖുൽ, താങ്കൾ ഇങ്ങനെ പറയൂ, ആമൻതു ബില്ലാഹ്. എപ്പോഴും എന്തൊക്കെ പ്രശ്നങ്ങളുടെ മുമ്പിലും ഞാനിതാ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി. എന്നിട്ട് ആ മാർഗത്തിൽ തന്നെ നേരെ കൊള്ളേ നിലകൊണ്ട് ജീവിച്ചോളൂ. നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും വീട്ടിൽ, കുടുംബത്തിൽ, അധികാരികളിൽ, നിയമങ്ങളിൽ. എന്തൊക്കെ വന്നാലും നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം അവിടെയാണ്, പരലോകമാണ്. ഇസ്ലാമിന്റെ നിയമങ്ങളിൽ നിന്ന് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി പലരും പല വഴിക്ക് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ യാത്ര പരലോകത്തേക്കാണ്. പരലോകം നഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു നല്ല മുഅ്മിൻ മാറി നിൽക്കും. ഒരു യഥാർത്ഥ മുഅ്മിൻ, അവൻ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ പരലോകം പോകുമോ എന്ന ഭയപ്പാടുണ്ടെങ്കിൽ അയാൾ അവിടെ നിന്ന് മാറാൻ ശ്രമിക്കും. ജീവിതത്തിന്റെ ഏത് മേഖലകളാണെങ്കിലും, കച്ചവടത്തിന്റെ കാര്യമാണോ, തൻ്റെ കച്ചവട രംഗത്ത് പരലോകം നഷ്ടപ്പെടുന്ന ഒരു രൂപന്റെ ലാഭം അയാൾ എടുക്കൂല. കച്ചവടം ചെയ്യും, അതിനൊന്നൊരു പ്രശ്നമല്ല. അനുവദിക്കപ്പെട്ട വസ്തു അനുവദിക്കപ്പെട്ട മാർഗത്തിൽ ചെയ്യും. എൻ്റെ പരലോകം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന കച്ചവടം അയാൾ ചെയ്യില്ല. ആസ്വാദനങ്ങൾ, എൻജോയ്മെന്റ് ഉണ്ടാകുമോ ഒരു മുഅ്മിന്? ഉണ്ടാകും. പരലോകം കളയുന്ന മദ്യം അയാൾ ആസ്വദിക്കൂല, അതുപോലെ ലഹരി അയാൾ ആസ്വദിക്കൂല, അയാൾ തോന്നിവാസങ്ങൾ, അശ്ലീലങ്ങൾ ആസ്വദിക്കൂല. എന്നാൽ ആസ്വാദനത്തിന്റെ വിവിധ തലങ്ങൾ ഇസ്ലാം തുറന്നു തന്നിട്ടുണ്ട്. അതാർക്കും ശല്യമല്ലാത്തതായിരിക്കുകയും ചെയ്യും. വിവാഹം ഇസ്ലാം അനുവദിച്ചു തന്നു. വിവാഹത്തിൽ എല്ലാ നിലക്കുമുള്ള ഹലാലായ കാര്യങ്ങളെ പഠിപ്പിച്ചു തന്നു. എന്നാൽ അവിടെ തന്റെ പരലോകം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ അതിനെ അലങ്കോലമാക്കാൻ ഒരു മുഅ്മിൻ ശ്രമിക്കൂല. വിദ്യാഭ്യാസ രംഗത്തും അങ്ങനെ തന്നെയാണ്. തന്റെ പരലോകം നഷ്ടപ്പെടുത്തുന്ന യാതൊരു നിയമവ്യവസ്ഥക്കും അയാൾ കീഴ്പ്പെടുകയില്ല. ജോലിയിലും അങ്ങനെ തന്നെ, കുടുംബത്തിലും അങ്ങനെ തന്നെ. എന്ത് മേഖലയിലും അള്ളാന്റെ വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണോ ഒരു മുഅ്മിൻ മാറി നിൽക്കും. അപ്പൊ നമ്മൾ എന്താ പരിശോധിക്കേണ്ടത്? എനിക്കങ്ങനെ കഴിയുന്നുണ്ടോ? മഹാനായ അബൂ യഅ്ല ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചൊരു വാക്കുണ്ട്, ഇന്നൽ കയ്യിസ്, ഒരു ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ലിമൻ ദാന നഫ്സഹു, തന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തിയവനാണ്. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം ഒരു ജീവിതത്തിന് വേണ്ടി തന്റെ കർമ്മങ്ങളെ ശരിപ്പെടുത്തുന്നവനാണ് ബുദ്ധിമാൻ.
മരിക്കുമെന്ന് പറഞ്ഞു നടക്കണമെന്നല്ല, മരിക്കുമെന്ന ചിന്തയും മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കമുള്ളവനാണ് നല്ലൊരു യഥാർത്ഥ ബ്രില്യൻ്റായ ബുദ്ധിമാനായ മനുഷ്യൻ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ പുതിയ സാഹചര്യത്തെ എല്ലാം നമ്മൾ ഇരുന്ന് വായിക്കുക. ദുനിയാവിനാണോ നമുക്ക് പ്രാധാന്യം? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ, പക്ഷേ നിങ്ങൾ ദുനിയാവിനാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അറിഞ്ഞോളൂ, വല്ലാഖിറതു ഖൈറും വഅബ്ഖാ. തൊക്കെ തീരും, തൊക്കെ പൊട്ടിപ്പോവും. ആഖിറം എന്നും നിലനിൽക്കും, അവസാനം വരെ നിലനിൽക്കും. ഒരിക്കലും തീരാത്ത ലോകത്ത് നിലനിൽക്കുന്ന ഒരു ആഖിറം വരാനുണ്ട്. അതാണ് നമ്മളും പ്രഖ്യാപിക്കുന്നത്. അത് വിശ്വസിക്കുന്ന, അത് പറയുന്ന, പ്രഖ്യാപിക്കുന്ന, പ്രാർത്ഥിക്കുന്നവരാണ്. റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ റസൂലാ. അങ്ങനെ പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ. ഈ ദീനിനെ തൃപ്തിപ്പെട്ടവരാണ്, റസൂലിനെ റസൂലായി അംഗീകരിച്ച് തൃപ്തിപ്പെട്ടവരാണ് നമ്മൾ. അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ എൻ്റെ റബ്ബായി തൃപ്തിപ്പെട്ടവരാണ് നമ്മളെങ്കിൽ ആ തൃപ്തിക്കപ്പുറത്തേക്ക് മറ്റൊന്നില്ല എന്ന ചിന്തയാണ് നമുക്ക് ആമുഖമായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. നമ്മുടെ മക്കളാവട്ടെ, നമ്മുടെ കുടുംബമാകട്ടെ, ഈ ദീനീ രംഗത്തു നിന്ന് അകലുന്ന അവസ്ഥകൾ കടന്നു വരുന്നുണ്ടോ എന്ന് ഓരോരുത്തർക്കും പരിശോധിക്കാനും വിലയിരുത്താനും ഒക്കെയുള്ള ഒരു പുതിയ അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവരുടെ വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്ന നല്ല സ്ഥാപനം നോക്കി, നല്ല കോഴ്സുകൾ നോക്കി, ആയിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെ മുടക്കി പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴും അവരുടെ മതപരമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയുണ്ടാകാൻ പാടില്ല. നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ, വെള്ളിയാഴ്ച പള്ളി പോകാൻ പറ്റാത്ത അവസ്ഥ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അവർക്ക് നോമ്പ് നോൽക്കാൻ പാടില്ല, അവർ മുഖമക്കന ധരിക്കാൻ പാടില്ല തുടങ്ങിയ ഇസ്ലാമിക നിയമങ്ങൾ ലംഘിക്കേണ്ടി വരുന്നുവെങ്കിൽ നമ്മൾ ആ സംവിധാനത്തെ മാറി ചിന്തിക്കാൻ തുടങ്ങും. രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് ഇന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, പൊതുവിദ്യാലയങ്ങൾ കുറച്ചു കാലമായി എന്തൊക്കെയോ അജണ്ടകളിലായി കൊണ്ടുവരപ്പെടുകയാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് പുസ്തകത്തിനുള്ളിൽ കൊണ്ടുവരപ്പെട്ടു മതമില്ലാത്ത ജീവൻ. അധ്യായത്തിന്റെ ആകെ തുക ഒരു മതവും നാട്ടിൽ പാടില്ലെന്ന് പഠിപ്പിക്കാനായിരുന്നു പുസ്തകത്തിനകത്ത്. അന്ന് നമ്മളൊക്കെ ഒറ്റക്കെട്ടായി എതിർത്തു. എന്തേ? നമ്മളെ മക്കളുടെ ഇടയിൽ വിഷം കുത്തിക്കയറ്റിയ പുസ്തകത്തിന്റെ ഇടയിലൂടെ നമ്മൾ അന്നത് പ്രതിഷേധിച്ചിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ അത് മറ്റൊരു രൂപത്തിൽ കടന്നു വന്നു. ജനറൽ ന്യൂട്രൽ യൂണിഫോം, ആണിനും പെണ്ണിനും വേറെ വേറെ യൂണിഫോം ആവശ്യമില്ല, ഒക്കെ സെയിം ആണ്, ഒരേ യൂണിഫോം, ഒരേ ടോയ്ലറ്റ്, അങ്ങനെ കൊണ്ടുവന്നിട്ട് മിക്സഡ് ആക്കി ഇരുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് വരെ പല ക്യാമ്പസുകളും വിദ്യാലയങ്ങൾ ഒരുങ്ങി. അന്നും നമ്മൾ ഇത് വേണ്ട, ഇത് നാശമാണെന്ന് പ്രഖ്യാപിച്ചു. അതും കഴിഞ്ഞ് പുതിയ യുഗത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ ആൺപെൺ കൂടിക്കലരുന്ന രൂപത്തിലുള്ള ഡാൻസുകൾ പ്രഖ്യാപിക്കുകയും അതിനെതിരായി ആരെങ്കിലും നിന്നാൽ അവരെ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാഷ്ട്രീയമല്ല, ഭരണമല്ല, നമുക്ക് സ്വാധീന നേട്ടങ്ങളില്ല. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ പരലോകം പോകുമോ? ഈ കോലത്തിൽ അവർ പഠിക്കപ്പെട്ടാൽ, ഈ ഒരു കൾച്ചറിലേക്ക് അവർ വന്നാൽ പിന്നെ എന്താണ് അവർ പഠിക്കുന്നത് എന്ന ധാർമ്മിക മൂല്യങ്ങളുടെ സംസ്കാരത്തിന്റെ നാശമാണ് വിളിച്ചോതുന്നത് എന്ന കാരണം കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇതിനെതിരായി സംസാരിക്കേണ്ടി വരുന്നത്. ഇത് വേറെ മറ്റു വിഷയങ്ങളിലേക്കൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. ലഹരിയുടെ നിർമാർജനത്തിന് വേണ്ടി എല്ലാവരും ഒന്നടങ്ക് നമ്മുടെ നാട്ടിൽ ഒറ്റക്കെട്ടാണ്. എല്ലാവരും ആത്മാർത്ഥമായി അവരെ കൊണ്ട് കഴിയുന്നതൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ മദ്യം നിർമാർജനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. കാലങ്ങൾ കഴിഞ്ഞപ്പോ ഏറ്റവും അധികം ലഹരിക്കെതിരെ ഒരു ഭാഗത്ത് ക്യാമ്പയിനുകൾ ഇങ്ങനെ നടക്കുന്നു, മറുഭാഗത്ത് പറയുന്നുണ്ട് മദ്യത്തിന്റെ ലഭ്യത ഞങ്ങൾ കുറക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുടം കമിഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുന്നത് പോലെ ഇക്കഴിഞ്ഞൊരു 8 കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ മാത്രം 297 പുതിയ ബാറങ്ങ് തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ലഹരി കൂട്ടുമോ കുറക്കുമോ? ബിയർ ആൻഡ് വൈൻ പാർലർ എന്ന പേരിൽ 475 കേന്ദ്രങ്ങൾക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് ലഹരി നിർമാർജനം സാധ്യമാകുന്നത്?
ഒരു ഡാൻസ് കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പരിഹരിക്കാൻ പറ്റുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? യൂറോപ്യന്മാർ ഛർദിച്ചൊഴിവാക്കിയ ഭാഗങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങളെ, സംസ്കാരങ്ങളെ അതുപോലെ എടുത്തു വിഴുങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യുക്തിവാദികളുടെ ഹിഡൻ അജണ്ടകൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ മസ്തിഷ്കത്തിലേക്ക് സിലബസിനകത്തുകൂടെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് നമ്മുടെ കുട്ടിയുടെ ദീനും പരലോകവും കൾച്ചറും ഒക്കെ പോകുമോ എന്നുള്ള പേടിയ. വേറുള്ളതൊന്നും നമ്മളെ സംബന്ധിച്ച് കാര്യമല്ല. ഇവിടെ ഇരുന്നു കൊണ്ടാണ് മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ ചിന്തിക്കേണ്ടത്. ഈ ലിബറൽ ചിന്താഗതികൾ കടന്നു വന്നാൽ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? അതിർവരമ്പില്ലാത്ത ആൺപെൺ സൗഹൃദങ്ങളാണ് അവർ കൊണ്ടുവരുന്നത്. ആർക്കും ആരുടെയും കൂടെ എന്തുമാകാമെന്ന അവസ്ഥയിലേക്ക്. ഒരാണും ഒരു പെണ്ണോട് ഒരുമിച്ച് ഡാൻസ് കളിച്ചാൽ നിങ്ങൾ ഇസ്ലാം അങ്ങ് ഒലിച്ചു പോകുമെന്ന് ചോദിക്കുന്നവർക്ക് അവർക്ക് ഡാൻസ് ഒന്നല്ല പ്രശ്നം, അവർക്ക് ഇസ്ലാം തന്നെയാണ് പ്രശ്നം. അവർ അത് പതുക്കെ പറയാതെ അതിനുള്ളിലേക്ക് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഈ മൂല്യശോഷണങ്ങൾ സംഭവിച്ച ചിന്താഗതിയെ കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എല്ലാ കാലഘട്ടത്തിലും ആസ്വാദനങ്ങൾ അനുവദിച്ചു കൊടുത്തു. കുടുംബം, വിവാഹം കൃത്യമായ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ആസ്വാദനമാണ്. എന്നാൽ ലിബറലിസ്റ്റുകൾ പറയുന്നു കുടുംബമായി ജീവിച്ചാൽ മതി, വിവാഹം വേണ്ട. ആണും തന്നെ ആണെങ്കിൽ അത് മതി, പെണ്ണുമാണെങ്കിൽ അത് മതി, ആസ്വാദനം മാത്രം മതി, ആർക്കും ഉത്തരവാദിത്തങ്ങൾ വേണ്ട. അതുകൊണ്ടാണ് ലിവിങ് ടുഗദർ എന്ന പോലെ ഒരുമിച്ചങ്ങ് ജീവിക്കുക. എന്നിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ കൊണ്ടുപോയി കുഴിച്ചിടുക. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഈ 2 കുഞ്ഞുങ്ങളെ ഞാൻ കൊന്നതാണ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് കുറ്റമേറ്റെടുക്കുക. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? കുത്തഴിഞ്ഞ ആസ്വാദനങ്ങൾ കൊണ്ടുവരികയാണ് ഇസ്ലാം. ഏതെല്ലാം നിലക്കാണ് ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ, ഏറ്റവും മാന്യമായ രൂപത്തിൽ ആസ്വാദനത്തെ പരിഗണിച്ചുകൊണ്ട് തന്നെ, ബാധ്യതകളെ പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അത് കൊണ്ടുവരുന്നത്. ഇസ്ലാം ഈ രംഗത്ത് വരുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിൽ ഹലാലും ഹറാമും വ്യക്തമാക്കി പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾക്ക് അത് പൊളിച്ചിടാനുള്ള ആയുധമായാണ് അവർ കൊണ്ടുവരുന്നത്. ഇവിടെ മുഅ്മിനീങ്ങൾ അറിയേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഖൗമിന്റെ ഇടയിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് ലജ്ജ നഷ്ടപ്പെട്ടാൽ പിന്നീട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂല. എന്തുമാകാം, എങ്ങനെയും നടക്കാം, എവിടെയും ചാടിക്കളിക്കാം, ഏത് കീറിയ ഡ്രസ്സും ധരിക്കാം, ആർക്കും ആരുടെയും കൂടെ പോയി ഇരിക്കാം എന്നൊരു ലജ്ജയുമില്ലാത്ത അവസ്ഥ നമ്മുടെ ഇടയിൽ ഇനി വന്നാൽ ഈ നാട് തകർന്നു. എൻ്റെ വാക്കല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖ, എല്ലാ മതത്തിനും ഒരു സ്വഭാവ സംസ്കാരമുണ്ട്. വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ, ഇസ്ലാമിന്റെ മികച്ച സ്വഭാവം എന്നത് ലജ്ജയാണ്. വേണ്ടാത്തരങ്ങളോട് നോ പറയാനുള്ള ശീലം. അത് നഷ്ടപ്പെട്ടാൽ അൽ ഹയാഉ മിനൽ ഈമാൻ, ഒരാളുടെ ഈമാനാണ് ലജ്ജ ഉണ്ടാവുക. അതില്ലെങ്കിൽ അവിടെ നാശമാണ് വരാൻ പോണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും, ഇന്നൽ ഹയാ വൽ ഈമാന ഖുരിനാ ജമീഅ, ഈമാനും ലജ്ജയും സമമായി കൊണ്ടാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ഈമാൻ കൂടിയാൽ ലജ്ജ കൂടും, ഈമാൻ കുറഞ്ഞാൽ ലജ്ജ കുറയും. അപ്പൊ പിന്നെ എന്തും ചെയ്യുന്ന അവസ്ഥയ്ക്ക് കടന്നു വരും. നബിതങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, സ്വഹാബത്തിനോട് പറയാ, താങ്കളുടെ കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ അല്ലാഹുണ്ട്. ഒന്ന് അൽ ഹിൽമ, വിവേകമാണ്, സഹനമാണ്. വൽ ഹയാ, ലജ്ജ എന്ന ശീലമാണ്. മഹാനായ ഖലീഫ ഉമർ ഖത്താബ് തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖല്ല ഹയാഉ, ആർക്കെങ്കിലും ലജ്ജ എന്ന ശീലം കുറഞ്ഞാൽ ഖല്ല വറഉഹു, അവന്റെ ഭക്തി കുറയും. ഭക്തി കുറയും. വമൻ ഖല്ല വറഉഹു, ഭക്തി കുറഞ്ഞാൽ മാത ഖൽബുഹു, ഖൽബ് മരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്നൊരു പുതിയ കൾച്ചർ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ടല്ലോ പരസ്യമായി അങ്ങാടികളിലും വഴിയോരങ്ങളിലും വെയിറ്റിംഗ് ഷെഡുകളിലും ഒക്കെ ഒരു ലജ്ജയും കാണിക്കാതെ പെരുമാറുന്ന എത്രയെത്ര ആളുകളുടെ മോശം പെരുമാറ്റങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുകയാണ്. ഒരു സമൂഹം ഒന്നടങ്കം നശിക്കാൻ ഈ കാരണം മതിയാകുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. മാത്രവുമല്ല, ശരീരം ഇങ്ങനെ പ്രത്യകിച്ചും സ്ത്രീ ശരീരം പ്രദർശിപ്പിച്ച് നടക്കുക എന്നത് അള്ളാഹു ശക്തമായി വിരോധിച്ച കാര്യമാണ്.
അത് ഡാൻസ് ആയാലും കളിയായാലും കല്യാണമായാലും ഇസ്ലാം അങ്ങേയറ്റം അതിനെ കൃത്യമായി കൊണ്ട് വിരോധിച്ച സംവിധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തേത്, ഇസ്ലാം നിഷിദ്ധമാക്കിയ സംഗീതത്തിന്റെ അതിപ്രസരം നമ്മുടെ ഉമ്മത്തിലേക്ക് വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക പ്രഭാഷണങ്ങളുടെ ഇടയിൽ പോലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ രാഗം കൂട്ടിക്കൊടുത്താലേ ആളുകൾ കാണൂ എന്ന ധാരണ. എത്ര നല്ലതായ സന്ദേശങ്ങൾ വരെ അതിനൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ താളം പിടിച്ചെങ്കിലേ അത് ആരെങ്കിലും കാണൂ എന്ന തെറ്റിദ്ധാരണ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ ആയത്തെടുത്തിട്ടാ പറഞ്ഞേ, വമിനന്നാസി മയശ്തരി ലഹുവൽ ഹദീസ്. ജനങ്ങളിൽ ചില ആളുകളുണ്ട് വിനോദ വാർത്ത വിലക്ക് മേടിക്കുന്നവരാണ്, അള്ളാന്റെ ദീനിൽ നിന്ന് വഴിതെറ്റിക്കുന്നവരാണ്. ആ ആയത്തിനെ സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ ആയത്ത് വിശദീകരിച്ചപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഗിനാ വ അശ്ബാഹു, ഇത് സംഗീതോപകരണങ്ങളും അനുബന്ധമായ ഘടകങ്ങളെയുമാണ് പറയുന്നത്. അതിന് പറ്റുന്ന ഡിജെയും അതിന് പറ്റുന്ന ഡാൻസൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ പിന്നെ എവിടെ എത്തും? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇത് സംഗീത ഉപകരണങ്ങൾ വിലക്കപ്പെട്ടതാണ് ഈ ആയത്ത് കൊണ്ട്. ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് പറയുന്നു, വിനോദങ്ങൾ എന്നാൽ ഇവിടെ ചെണ്ടവാദ്യത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഇമാം ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇത് സംഗീത ഉപകരണങ്ങൾ മൊത്തം ബാധിക്കുന്നതാണ്, ഇത് നാശമാണ് ഉണ്ടാക്കുക എന്ന് വിശുദ്ധ ഖുർആൻ. ഹദീസിലാണെങ്കിൽ നബി തങ്ങൾ പറഞ്ഞ അവസാന കാലഘട്ടം വരുമ്പോ എന്റെ ഉമ്മത്തിൽ ചില മനുഷ്യന്മാര് മആസിഫ് ഹലാലാക്കി മാറ്റിക്കൊടുക്കും. ആ മആസിഫ് സംഗീത ഉപകരണങ്ങളുടെ ആസ്വാദനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 ശബ്ദങ്ങൾ ശപിക്കപ്പെട്ട ശബ്ദങ്ങളാണ്. ശ്രദ്ധിച്ചോളൂ, 2 ശബ്ദങ്ങൾ സൗതാനി, 2 ശബ്ദങ്ങൾ മൽഊനാൻ, ശപിക്കപ്പെട്ടതാണ്. ഒന്ന് സൗത്തു മിസ്മാരിൻ ഇൻദ നിഅമത്തിൻ, നല്ല സുഖമുണ്ടാകുന്ന ആനന്ദമുണ്ടാകുന്ന വേളയിൽ ഉപയോഗപ്പെടുത്തുന്ന സംഗീത ആസ്വാദനങ്ങൾ ശപിക്കപ്പെട്ടതാണ്. 2 വസൗത്തു റന്നത്തിൻ ഇൻദ മുസീബത്തിൻ, ഒരു വിപത്ത് ബാധിക്കുമ്പോൾ അലമുറയിട്ട് വാവിട്ട് കരയുന്ന ശബ്ദം ശപിക്കപ്പെട്ട ശബ്ദമാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ശബ്ദത്തെ, ഈ വെറുക്കപ്പെട്ടതിനെ കൊണ്ടുവരാൻ എങ്ങനെയാ നമുക്ക് പിന്തുണക്കാൻ കഴിയുക? 3, ഇസ്ലാമിനൊരു വേഷ സംവിധാനങ്ങളുണ്ട്. ആ വേഷവിധാനത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ പതിയെ നമ്മുടെ യൂണിഫോം സിസ്റ്റങ്ങളിലേക്ക്, സംവിധാനങ്ങളിലേക്ക് കൊണ്ടുവരപ്പെടുന്നതിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ടതാണ് ആണിനും പെണ്ണിനും വേറെ വേറെ ഡ്രസ്സ് ആവശ്യമില്ല. ഇപ്പൊ ഏകദേശം ആ ഒരു കൾച്ചറിലേക്ക് നമ്മുടെ ഉമ്മത്തിൽ മാറ്റം വന്നില്ലേ? നമ്മുടെ പെൺകുട്ടികൾ ധരിക്കുന്ന പല വസ്ത്രങ്ങളും ഇന്ന് ആൺകുട്ടിയുടേതാണ്. നമുക്കത് തോന്നാത്ത എന്തുകൊണ്ടാ? നമ്മളിങ്ങനെ കണ്ടത് നമ്മുടെ കണ്ണുകൾക്ക് പാകമായി. ശരിയാവണ്ണം ഒരു ആൺകുട്ടി ധരിക്കുന്ന അതേ വേഷവിധാനങ്ങൾ, ഷർട്ടും പാൻറ്റും ധരിച്ച് നടക്കുന്നവർ, ടീഷർട്ടും ജീൻസും ധരിച്ച് നടക്കുന്ന ആൾക്കാർ, ഒരു പുരുഷനോട് സമാനമായ അതേ വേഷവിധാനങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വന്നു കഴിഞ്ഞു. എത്ര ഗൗരവത്തോടെ കാണാം. ഒരു മഫ്തട്ടതുകൊണ്ട് മാത്രം നല്ലൊരു മുസ്ലിം ആവില്ല. നല്ലൊരു ഡ്രസ് കോഡ് ഇസ്ലാമിനുണ്ട്. രക്ഷിതാക്കളാണ് ഏറെ ജാഗ്രത കാണിക്കേണ്ട. അള്ളാന്റെ ഖുർആൻ നബിനെ വിളിച്ചു പറയാം, യാ അയ്യുഹൻ നബിയു, നബിയേ, കുല്ലി അസ്വാജിക, നിങ്ങൾ ഭാര്യമാരോട് പറയണം, സ്ത്രീകളോട്, വബനാതിക, നിങ്ങളുടെ പെൺകുട്ടികളോട് പറയണം, വനിസാഇൽ മുഅ്മിനീന, മുഴുവൻ മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോടും പറയണം. എല്ലാരും വിട്ടു. എന്താ നീ പറയേണ്ടത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മുഖമക്കനകൾ അവർ മാറിലൂടെ താഴ്ത്തിയിടട്ടെ, മാറിടങ്ങൾ നന്നായി മറക്കട്ടെ. ദാലിക അദ്നാ അൻ യുറഫ്ന, അത് അവരെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. അവർ നല്ല ഒരു പെണ്ണാണെന്നും അവൾ ഇസ്ലാമിനെ പാലിക്കുന്നവളാണെന്നും അറിയാനും. ഫലാ യുദൈന, അവൾ സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെടാതിരിക്കാനും. നമ്മുടെ പെൺകുട്ടിയെ കാമവെറിയോടെ ആളുകൾ നോക്കാതിരിക്കാൻ, നമ്മുടെ പ്രിയപ്പെട്ട മോളെ ഹൈസ്കൂൾ +2 പ്രായമുള്ള നമ്മുടെ പെൺകുട്ടി സമൂഹത്തിൽ എവിടെയെങ്കിലും പീഡിപ്പിക്കപ്പെട്ടു എന്ന വാർത്ത വരാതിരിക്കാൻ, മാന്യമായ മറക്കേണ്ടതെല്ലാം മറച്ച ഭദ്രമായ സുരക്ഷിതമായ ഒരു വസ്ത്രം അവർക്ക് കൊടുക്കാൻ
ഇസ്ലാം അവരെ കൃത്യമായ നിർദ്ദേശം പറഞ്ഞു. തലമറക്കാൻ പറഞ്ഞു, മുഖമക്കന മാറിലേക്ക് താഴ്ത്തിയിടാൻ പറഞ്ഞു, കാലുകൾ മറക്കാൻ പറഞ്ഞു, അവളുടെ ഭംഗിയും ആസ്വദിക്കാവുന്ന സ്ത്രൈണതയും ഒക്കെ അവളുടെ വീടുകളിൽ ഭർത്താവിന്റെ മുമ്പിലേക്ക് മാത്രം ചുരുക്കി വെക്കാൻ പറഞ്ഞു. അവളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അത് വേണ്ടെന്ന് പിച്ചി ചീന്താനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രവുമല്ല, ഇസ്ലാം ഈ കാര്യം പറഞ്ഞപ്പോഴൊക്കെ 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ കാണാൻ സാധിക്കും. വസ്ത്രം ധരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം ഔറത്ത് മറക്കലാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ഒന്നാമത്തെ തലക്കെട്ടുണ്ടാവേണ്ടത്. 2, സ്ത്രീകൾക്ക് ഇസ്ലാം നിശ്ചയിച്ച കൃത്യമായ ഒരു ഐഡന്റിറ്റിയാണ് ആ വേഷവിധാനം എന്ന് പറയുന്നത്. 3, അവർക്ക് സേഫ്റ്റി കൊടുക്കുകയാണ്, കൃത്യമായ സുരക്ഷിതത്വം കൊടുക്കുകയാണ്. 4, അന്യപുരുഷന്മാർ നമ്മുടെ പെൺകുട്ടികളുടെ ആ ശരീരത്തെ, സൗന്ദര്യത്തെ ആസ്വദിക്കാതിരിക്കാൻ വേണ്ടിയാണ്. 5, ഒരു പെണ്ണ് അവളുടെ വസ്ത്രം ശരിയാവണ്ണം മറച്ചില്ലെങ്കിൽ അവൾ നരകാവകാശിയാണ്. നിസ്കരിക്കുമ്പോൾ മാത്രം നിസ്കാരക്കുപ്പായിട്ടാൽ നല്ലൊരു മുസ്ലിമായെന്ന് ധാരണ വേണ്ട. 6, ശരീരം മുഴുവൻ ശരിയാവണ്ണം മറയാത്ത വസ്ത്രം ധരിച്ചൊരു പെൺകുട്ടിയാണെങ്കിൽ അതുകൊണ്ട് അവൾ ശാപം ഏറ്റുവേടിച്ചു കൊണ്ടിരിക്കും. ഹദീസിൽ വന്ന വാക്ക. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ മഹാരഥന്മാരായ നമ്മുടെ സലഫുകളായ മുൻഗാമികളൊക്കെ എടുത്ത കൃത്യമായ സമീപന രീതി നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. 4ാമത്തെ കാര്യം, നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ പല തോന്നിവാസങ്ങളൊക്കെ ഇഷ്ടമുണ്ടാവും. നമ്മളങ്ങ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കരുത്. ലുക്മാനുൽ ഹക്കീം തൻ്റെ മകനെ വിളിച്ച് ഉപദേശിച്ചപ്പോഴൊക്കെ പറയുന്നുണ്ട്, തിന്മ വിരോധിക്കണം, തിന്മനെ സപ്പോർട്ട് ചെയ്യരുത്. സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞപ്പോൾ, സുബഹ നമസ്കാരം കഴിഞ്ഞപ്പോൾ ഇറങ്ങി വേഗത്തിൽ ഓടിപ്പോയ സ്വഹാബിനോട് തിരിച്ചു ചോദിച്ചു, എന്തിനാ അങ്ങനെ തിരക്കിട്ട് ഓടുന്നത്? അവിടെ വീട്ടിൽ നിന്ന് മക്കൾ എണീക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ ഈത്തപ്പന മരത്തിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് 2-3 ചുളകൾ വീണ് കഴിഞ്ഞാൽ എൻ്റെ കുട്ടി അതെടുത്ത് കഴിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹറാമിനെ ഹറാമായി പഠിപ്പിച്ചു കൊടുക്കുക. നബി തങ്ങളുടെ പേരക്കുട്ടി സക്കാത്തിന്റെ വിഹിതത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴത്തിന്റെ ചവച്ചപ്പോ വായിലേക്ക് കൈയിട്ട് വലിച്ച് പുറത്തേക്കിട്ട് തള്ളിയത് തൻ്റെ കുട്ടി ഒരു ഹറാമ് ശീലിക്കരുതെന്ന് വിചാരിച്ച. ഈ ചിന്ത എല്ലാ കാര്യത്തിലും വേണം. 5, നമ്മൾ ഇതെല്ലാം ഒക്കെ പറയുമ്പോഴും നമ്മൾ ലഹരിന്റെ പിന്നാലെ പോണവരല്ല, നമ്മൾ ലഹരിക്കെതിരാണ്. ഇസ്ലാം അതിന് കൃത്യമായ നിരീക്ഷണം തന്നിട്ടുണ്ട്, നല്ല പാഠങ്ങൾ തന്നിട്ടുണ്ട്. ലഹരി എന്നാൽ MDMA മാത്രല്ല, കള്ള് മാത്രല്ല, സിഗരറ്റ് അടക്കം രേഖപ്പെടുത്തണം. അതിന് ചവക്കുന്നതും വലിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ പെട്ടു. കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്ന സാധനം ഹറാമാണ്. ഈ ഖുതുബക്ക് വന്നിരിക്കുന്ന ഏതെങ്കിലും മനുഷ്യന്മാർ നിങ്ങളുടെ കച്ചവട സ്ഥാപനത്തിൽ ആ സാധനം വിറ്റു കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നാട്ടിലെ ലഹരി വിൽപ്പന കേന്ദ്രമാണ്. അപ്പുറത്ത് അരി പഞ്ചാരി വിറ്റാൽ മാത്രം ഹലാലാകൂല. നമ്മുടെ സമ്പത്തിൽ ലഹരി വിറ്റതാണെങ്കിൽ അത് ഹറാമാണ്. കുല്ലു മുസ്കിരിൻ ഹറാം. ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ വിൽക്കാൻ പാടില്ല. അതുകൊണ്ട് ഏതെങ്കിലും കച്ചവടക്കാരൊക്കെ അത് അറിയാതെ പോകുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. എൻ്റെ ജീവിതത്തിൽ അവസാനം വരെ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ സമ്പത്തിൽ എൻ്റെ കുടുംബത്തിനെ ഹറാമ് തീറ്റിച്ചാണ് പോണത് എന്ന് വിലയിരുത്തുക. നമ്മൾ ഏത് നിലക്കും ലഹരിക്കെതിരാണ് എന്ന ഉറച്ച തീരുമാനം നമുക്കുണ്ട്. അതിനു വേണ്ടുന്നതെല്ലാം കൂട്ടമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാവണം. പരലോകത്ത് നാശമാണ്, നഷ്ടക്കാരനാണ് ഈ നിലക്കുള്ള ലഹരിയുടെ അടിമപ്പെട്ടവർ എന്ന തിരിച്ചറിവോടെ നമ്മുടെ കുടുംബത്തെയും നാടിനെയും വിദ്യാർത്ഥികളെയും ഒക്കെ ഏറ്റവും ശരിയായ നേരായ പാതയിലേക്ക് നയിക്കാനുള്ള ഒരു പക്വമായ നല്ല നിലപാടും പ്രബോധന രംഗത്തുള്ള നമ്മുടെ സജീവതയും നല്ല ആദർശപരമായ നിലപാടുകൾ സ്വീകരിക്കാനുമൊക്കെ പടച്ചറബ് നമുക്കെല്ലാം മഹത്തായ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا كثيرا طيبا مباركا فيه والصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്.
അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹറം മാസത്തിലെ വളരെ സുപ്രധാനമായ ആശൂറ ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കാം. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം പേര് പറഞ്ഞ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം മയവിറക്കുന്നുണ്ട്. ഉലുൽ അസ്മിന്റെ ഏറ്റവും മികച്ച 5 പ്രവാചകന്മാരിൽ ഒരാളായ മൂസാ നബി. അമ്പിയാക്കന്മാരൊക്കെ പല ദറജയിലും പല ഘട്ടങ്ങളിലുമൊക്കെയായി പോകുന്നുവെങ്കിലും വല്ലംബിയാഉ ഇഖ്വത്തുൻ ലഅല്ലാത്തിൻ, എല്ലാവരും സഹോദരന്മാരാണ്. ഉമ്മഹാത്തുഹും ശത്ത, വിവിധങ്ങളായ ഉമ്മമാർക്കിടയിലാണ് അവർ ജനിച്ചത് എന്നത് ശരിയാണ്. വദീനുഹും വാഹിദുൻ, എല്ലാവരുടെയും മതം ഒന്നാണ്, ഒരേ ഒരു ദീനാണ് അവർക്കുള്ളത്. നോക്കൂ, നിങ്ങൾ ഈ ചരിത്രം പഠിക്കുന്നിടത്ത് കാണാൻ സാധിക്കും, കുഞ്ഞിനെ കൊല്ലുന്ന ഒരു രാജാവിന്റെ നാട്ടിൽ സ്വന്തം ശത്രുവിനെ വളർത്തുകയാണ് ഫിറഔൻ. തൻ്റെ കൊട്ടാരത്തിൽ ഫിറഔൻ ഒരു കുട്ടിയെ വളർത്തുന്ന, ഒരു ആൺകുഞ്ഞിനെ, അതോ തനിക്ക് ഭാവിയിൽ ശത്രുവാകാനിരിക്കുന്നു. അവിടെയാണ് ഇസ്ലാം നൽകുന്ന ഏറ്റവും കൃത്യമായ ചില പാഠങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആദ്യമായി അവിടുന്ന് ആ കൊട്ടാരത്ത് നിന്ന് മദീനയിലേക്ക് ഒരു പ്രത്യേക കാരണം കൊണ്ട് ഹിജറ പോകേണ്ടി വന്നു. പിന്നീട് അല്ലാഹു തആല പ്രവാചകത്വം കൊടുത്തുകൊണ്ട് തിരിച്ചു വിളിക്കുന്നത് നേരത്തെ വളർത്തിയ ഫിറഔനിന്റെ അരികിലേക്ക് ചെന്നിട്ട് ഇസ്ലാമിനെ പറയാൻ വേണ്ടിയിട്ടാണ്. ഇദ്ഹബ് ഇലാ ഫിർഔൻ, ഫിർഔനിന്റെ അടുത്തേക്ക് താങ്കൾ പോകണം. കാരണം എന്താ? ഇന്നഹു തഗാ, അവൻ അതിർവിട്ടിട്ടുണ്ട്, അവന്റെ ആദർശം അങ്ങേയറ്റം മോശമായിട്ടുണ്ട്, അവന്റെ തൗഹീദ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിറഔനിന്റെ അടുത്തേക്ക് പോകാൻ സമയത്ത് ഒരു കാരണം പറയുന്നുണ്ട്. എനിക്ക് വിക്കുണ്ട്, സംസാരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്, അതുകൊണ്ട് ഞാൻ പോകൂല എന്നല്ല പറയുന്നത്. നമുക്കൊക്കെ ദീന് പറയാൻ നല്ല കഴിവുണ്ട്. ആ വോയിസിന്റെ ബട്ടൺ അമർത്തിയിട്ട് ദീന് സംസാരിക്കാൻ പറ്റും, സ്റ്റാറ്റസുകൾ ഷെയർ ചെയ്യാൻ പറ്റും, ദീനിന്റെ നിലപാടുകൾ പറയാൻ പറ്റുന്ന മെസ്സേജുകൾ എത്രയോ നോൺ മുസ്ലിംകളായ സഹോദരങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് കഴിവുണ്ട്. മൂസാ നബിക്ക് അന്ന് സംസാരിക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നു, വിക്കുണ്ടായിരുന്നു. എന്നിട്ട് മൂസാ നബി പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി. റബ്ബേ, എനിക്ക് കാര്യങ്ങൾ എളുപ്പാക്കി തരണേ, എൻ്റെ ആ തൊണ്ടയിലുണ്ടാകുന്ന ആ കെട്ടുകൊടുക്കൊക്കെ ഒന്ന് മാറ്റി അവിടെ ചെന്ന് നല്ല പോലെ ദീന് സംസാരിക്കാനുള്ള ശേഷി തരണേ. ഒരു മഹാദൗത്യം ഏറ്റെടുത്ത് പോകുകയാണെന്ന് പറഞ്ഞത്. പോകുമ്പോ പേടിണ്ടായിരുന്നു, തന്നെ വധിക്കുമോ, തന്നെ കൊല്ലുമോ. നേരത്തെ അവിടുത്തെ അനുഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് പരാതി പറഞ്ഞു, അള്ളാഹുവേ, ഞങ്ങൾക്ക് പേടിയുണ്ട്, അവൻ ഞങ്ങളെ കൊല്ലുമോ. അള്ളാഹ് സമാധാനിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക് തന്നെ, കല്ലാ, വേണ്ട, പേടിക്കണ്ട, ഫദ്ഹബാ, നിങ്ങൾ രണ്ടുപേരും പൊക്കോളൂ, ബിആയാതിന, നമ്മുടെ വ്യക്തമായ തെളിവും കൊണ്ട്, ഇന്നാ മഅകും മുസ്തമിഊൻ, നമ്മൾ അവിടെ നിരീക്ഷിച്ചുകൊണ്ടൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാ സഹായവും നിങ്ങൾക്കുണ്ടാകും. അള്ളാഹു സമാധാനിപ്പിച്ചു വിട്ടു. അവസാനം ഫിറഔനിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു വെല്ലുവിളിയുമൊക്കെയായി മായാജാലക്കാരെ കൊണ്ടുവരുന്ന രംഗമൊക്കെ ഉണ്ടല്ലോ. ആ മായാജാലക്കാർ കൊണ്ടുവന്നവരുടെ കയ്യിലുണ്ടായിരുന്ന കയറുകളൊക്കെ ഇട്ടല്ലോ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ പാമ്പതെടുത്ത് വിഴുങ്ങിയ ആ ഒരു 2 മിനിറ്റ് സമയത്തിനുള്ളിൽ സാഹിര്യങ്ങളായ ആളുകൾക്ക് ഈമാൻ കയറി. ആ പാമ്പ് വിഴുങ്ങുന്ന ആ രംഗം കണ്ടതോടുകൂടെ അതുവരെ സാഹിര്യങ്ങളായി ജീവിച്ചിരുന്നവർക്ക് ഈമാൻ കയറി. അവർക്ക് ബോധ്യപ്പെട്ടു, സാഹിര്യങ്ങൾ സുജൂദിലായി നിലത്ത് വീണു. അള്ളാഹുവാണ് സത്യമെന്ന് അവർ അംഗീകരിച്ചു. ഫിറഔൻ പറഞ്ഞു, സാഹിര്യങ്ങളെ, ഞാൻ പറയുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ അതിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ കൊന്നുകളയും ഞാൻ, കൈകാലുകൾ മുറിച്ചു മാറ്റും ഞാൻ, കുരിശിൽ തറക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞപ്പോ സാഹിര്യങ്ങളുടെ ആ ഒരു നേരത്തെ ഈമാൻ കൊണ്ടവർ പ്രഖ്യാപിച്ചു, ലാ വൈർ ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ, ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോണില്ല, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങും, നീ എന്ത് ചെയ്താലും ഞങ്ങളത് സഹിക്കാൻ സന്നദ്ധരാണ്.
ആ ചരിത്രത്തിന്റെ ബാക്കി പത്രമാണ് അവിടുന്ന് ചെങ്കടൽ കടന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതും ഫിറഔനും കൂട്ടാളികളും അവിടെ വെച്ച് ചത്തൊടുങ്ങിയതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് പറഞ്ഞല്ലോ, ആ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അവിടുന്നുള്ള രക്ഷപ്പെട്ടുകൊണ്ട് ബനു ഇസ്രായേലുകാരുടെ കൂടെയുള്ള ജീവിതവുമൊക്കെ ഓർത്തെടുക്കുന്നത് ഒരു മുഹറം 10-നാണെന്ന ചരിത്രരേഖകൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്നൊരു ആഘോഷവും പടക്കം പൊട്ടിക്കലും പരിപാടികളൊന്നുമില്ലല്ലോ. നമുക്കൊരു നോമ്പ് പറഞ്ഞു. ആ നോമ്പ് അന്ന് യഹൂദികൾ വരെ നോറ്റിരുന്നു എന്ന മദീനത്തെ ചരിത്രം പറയുന്നുണ്ട്. എന്നാ നബിതങ്ങൾ പറഞ്ഞു, മുഹറം 10 ആശൂറ നോമ്പ് നമുക്കുണ്ടോ? ആ നമുക്കുമുണ്ട്. അതെങ്ങനെയാ? അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനതല്ലതി ഖബ്ലഹാ. മുഹറം 10 അന്ന് നോമ്പ് നോൽക്കുന്ന വ്യക്തിക്ക് ഒരു വർഷക്കാലത്തെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു കൊല്ലത്തെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന ഒരു ദിവസത്തെ നോമ്പാണ് മുഹറം 10 ആശൂറ നോമ്പ്. നമ്മൾ ഒരാളും വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ദിവസം നോമ്പ് നോറ്റാൽ 70 വർഷക്കാലം നരകത്തിൽ നിന്ന് അകറ്റപ്പെടുമെന്ന ഹദീസ്. അപ്പൊ മുഹറം 9-നും 10-നും നോമ്പ് നോറ്റാലോ? നബി തങ്ങൾ പറഞ്ഞു, ലഇൻ ബഖീതു, അടുത്ത കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ, ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസി, 9-നും നോൽക്കും. കാരണം 10-ന് ജൂതന്മാർക്ക് നോമ്പുണ്ട്. അവർക്കെതിരായി ഞാൻ 9-ന് നോമ്പ് നോൽക്കും. 9-ന് നോമ്പ് നോൽക്കാൻ കഴിയാത്തവരുണ്ടോ? 10-നും 11-നും നോൽക്കും. 2 എണ്ണം എടുക്കുക. 140 കൊല്ലത്തെ വഴിദൂരത്തേക്ക് നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഈ സുന്ദരമായ ഒരു അനുഭവേദ്യമായ ഒരു പാഠം പഠിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രതിഫലം പ്രതീക്ഷിച്ച് നോമ്പെടുക്കാൻ ശ്രമിക്കുക. സഹോദരങ്ങളെ, ദുൽഹിജ്ജ മാസത്തിന്റെ 28-ാം തീയതി കഴിഞ്ഞപ്പോൾ തന്നെ മുഹറം 1 പ്രഖ്യാപിച്ച അബദ്ധജടിലമായ കണക്കും കൊണ്ട് നടക്കുന്ന പല ആളുകളുമുണ്ട്. അവർ ഒന്ന് പഠിക്കാനും മാസം മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കണക്കിനെ ബോധ്യപ്പെടാതെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക, അവരുടെ ഈമാനിനെ പരിശോധിക്കുക. കൃത്യമായി കൊണ്ട് നമ്മുടെ മുഹറം 9-ഉം 10-ഉം കണക്കടിസ്ഥാനത്തിൽ മാസപ്പിറവി അടിസ്ഥാനത്തിൽ വരുന്നത് അടുത്ത ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമാണ്. മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പെടുക്കാൻ നമ്മളും നമ്മുടെ കുടുംബവും ശ്രദ്ധ കാണിക്കുക. വലിയ പുണ്യത്തിന്റെ ഈ ഒരു സുന്നത്തിന്റെ കാര്യത്തിൽ താല്പര്യത്തോടെ നമ്മൾ മുന്നോട്ട് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ ദീനിന്റെ വക്താക്കളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയുടെ ഭാഗമായി നടക്കുന്ന ഖുർആൻ ക്ലാസ്, മറ്റു കുട്ടികൾക്കുള്ള പഠന ക്ലാസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത് ആരെങ്കിലും അറിയാതെ പോകുന്നവരുണ്ടെങ്കിലൊന്ന് അറിയാനും ശ്രദ്ധിക്കാനും വേണ്ടി തന്നെയാണ്. ഈ ദീനീ രംഗത്തുള്ള പഠനരംഗത്ത് എല്ലാവരും ആവേശത്തോടെ ഉണ്ടാകണമെന്ന് വീണ്ടും ആഗ്രഹിക്കുകയാണ്. അള്ളാഹു നമുക്ക് ഉപകാരമുള്ള ധാരാളം അറിവ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് രോഗികൾ വിവിധങ്ങളായ പ്രയാസങ്ങളാൽ ആശുപത്രികളിൽ നിന്നും ICUലൊക്കെ കിടക്കുന്ന പല രോഗികളും ക്യാൻസർ പേഷ്യൻറ്റുകളൊക്കെ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, അവരുടെ രോഗങ്ങളെല്ലാം സമ്പൂർണ്ണമായ ശിഫ നീ നൽകണമേ റഹ്മാനെ. വേഗത്തിലുള്ള ശിഫ നീ അവർക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെയെല്ലാം മരിക്കുന്ന സമയത്ത് കലിമ ഉച്ചരിച്ച് ഈമാനോടെ വിയർപ്പ് തുള്ളികളോടെ ഇവിടുന്ന് മരിച്ചു പോകാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ സമ്പത്തിൽ, വരുമാനത്തിൽ, ജോലിയിൽ ഖൈറും ബറക്കത്തും നൽകണമേ റഹ്മാനെ. മുസ്ലിമായതിൻ്റെ പേരിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ആശ്വാസം നൽകണേ റഹ്മാനെ. കേരള സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ മുസ്ലിമായതിൻ്റെ പേരിൽ സത്യസന്ധമായ ദീനിൻ്റെ ജീവിതത്തിൻ്റെ മേഖലയിൽ പ്രയാസങ്ങൾ സഹിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു ക്ഷമയും പ്രതിഫലവും നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ അള്ളാഹുവെ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ, സ്വാലിഹീങ്ങളായി ജീവിച്ചു മരിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.